മാർക്കോ, വെറും മാർക്കോ അല്ല, ദ ബ്ലഡി മാർക്കോ. ഈ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ബ്ലഡി, ദ ലിറ്ററലി ബ്ലഡി, അങ്ങനെ തന്നെ പറയാം. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അവർ മാർക്കറ്റ് ചെയ്തിരുന്നത്, സിനിമൻ്റെ അണിയർ പ്രവർത്തകർ മൊത്തം മാർക്കറ്റ് ചെയ്തിരുന്നതും സിനിമയുടെ ടാഗ് ലൈൻ പോലും പൊതുവെ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്നുള്ള രീതിയിലാണ്. അത് അന്വർത്ഥമാക്കുന്ന സിനിമ അത് തന്നെ. അതിനപ്പുറത്തേക്ക് വേറെ വലിയ സംഭവം നല്ല മാർക്കോ എന്ന് പറയുന്നത് വയലൻസ്, മോസ്റ്റ് വയലൻറ്റ്, ഏറ്റവും കൂടുതൽ വയലൻസ് കുത്തി നിറച്ചിട്ടുള്ള സിനിമ. ആ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കും പറയാനുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ചില പേരുകളുണ്ട്. ഒന്ന്, ഡയറക്ടർ ഹനീഫ് അദേനി, എഴുതിയിരിക്കുന്നതും ഹനീഫ് അദേനിയാണ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷെരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ ഇതിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ചന്ദ്രു സെൽവരാജ്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് രവി ബസ്രൂർ. പിന്നെ ഇതിൽ നായകൻ ഉണ്ണി മുകുന്ദൻ. ഇത്രയും ഹനീഫ് അദേനി, ഷെരീഫ് മുഹമ്മദ്, ഉണ്ണി മുകുന്ദൻ, ചന്ദ്രു സെൽവരാജ്, ഷമീർ മുഹമ്മദ്, രവി ബസ്രൂർ, ഇത്രയും പേര് എടുത്ത് പറഞ്ഞേ പറ്റും. അതിനുള്ള പണി ഈ സിനിമയിലുണ്ട്. ഇനി അതിൻ്റെ കാസ്റ്റിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോകാം നമുക്ക്. ഉണ്ണി മുകുന്ദൻ, സിദ്ദീഖ്, ജഗദീഷ്, ആൻസൺ പോളി, യുക്തി തരേജ, കബീർ ദുഹാൻ സിംഗ്, രാഹുൽ ദേവ്, ജയപ്രകാശ്, ഷാജി ചൻ, കലഭവൻ ഷാജോൻ, ശ്രീജിത് രവി, സുരേഷ് ചന്ദ്രമേനോൻ, മാത്യു വർഗീസ്, അജിത് കോശി, ഇങ്ങനെ വലിയൊരു കാസ്റ്റിംഗ് ആണ്. പിന്നെ ഒരുപാട് കാസ്റ്റിംഗ് വേറെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയൊരു സിനിമ ആയിട്ടാണ് ഈ സിനിമ വന്നത്. ബഡ്ജറ്റിലൊന്നും ഒട്ടും പിശുക്കില്ലാത്ത, അതായത് ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പരിപാടി ഈ സിനിമയിലില്ല. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരെയും പേര് എടുത്തു പറയാൻ കാരണം ഹനീഫ് അദേനി നമുക്കറിയാം, ഈ മലയാളത്തിൽ ഇന്ന് ഏറ്റവും നല്ല സ്റ്റൈലിഷ് സിനിമകൾ എടുക്കാൻ കഴിയുന്ന എണ്ണം പറഞ്ഞ ഡയറക്ടർമാരിൽ ഒരാളാണ് ഹനീഫ് അദേനി. അത് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ആയിട്ടുള്ള ദ ഗ്രേറ്റ് ഫാദർ കണ്ട ആളുകൾക്കൊക്കെ അറിയാം. നമുക്ക് ഇന്നും മമ്മൂട്ടിൻ്റെയൊക്കെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട്, അതായത് ഒരുപാട് സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ മമ്മൂട്ടിൻ്റെ സ്റ്റൈലിഷ് റോളുകൾ സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ദ ഗ്രേറ്റ് ഫാദറിലത്തെ കട്ടിങ് ഇല്ലാത്ത പിന്നെ ബർത്ത്ഡേ വിഷസ് കുറവായിരിക്കും. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള കട്ടിങ്ങും അത്ര അടിപൊളിയായിട്ട് മമ്മൂട്ടിനെ പ്രസൻറ്റും ചെയ്തൊരു സിനിമയാണ് ഈ ഗ്രേറ്റ് ഫാദർ. പിന്നെ അതുപോലെ തന്നെ മിഖായൽ ആയാലും ബോസ് ആൻഡ് കമ്പനി ആയാലും ഒക്കെ എല്ലാത്തിലും നല്ല സ്റ്റൈലിഷ് ആയിട്ട് നായകന്മാരെ പ്രസൻറ്റ് ചെയ്യാൻ ഹനീഫ് അദേനിക്ക് പ്രത്യേക കഴിവാണ്. അത് ഇതിലും മൂപ്പര് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സിനിമ എങ്ങനെ മേക്ക് ചെയ്യണം എന്നുള്ളത് മൂപ്പര് ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ബോസ് ആൻഡ് കമ്പനിയിലും മിഖായലൊക്കെ വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ഈ സിനിമയോട് മൂപ്പര് മാറ്റിയെടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് വൈസ് മൂപ്പരനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഹനീഫ് അദേനി. പക്ഷേ അതിൽ സ്ക്രിപ്റ്റ് വൈസ് ഒന്നും വലിയ സംഭവമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റിന് ഒരു ഭയങ്കര പ്രാധാന്യമൊന്നും ഈ സിനിമയുടെ അകത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാര്യം സിനിമ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ അടുത്ത പേര് പറയേണ്ടത് ചന്ദ്രു സെൽവരാജ്, സിനിമാറ്റോഗ്രാഫി, ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വലിയ കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. എന്നാലും കൂടെ ചില ഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അന്തം വിട്ടു തോന്നുന്ന ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറയേണ്ട പേരാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദ്. എൻ്റെ പൊന്നു മക്കളെ, ഇമാതിരി ഒരു എഡിറ്റർ എനിക്കറിയില്ല. ഒരുപാട് സിനിമകൾ എഡിറ്റർ പേരിൽ കാണുന്ന ആളാണ് ഷമീർ മുഹമ്മദ്. ഒരുപാട് എണ്ണം പറയുന്ന പല മലയാള സിനിമകളുടെ എഡിറ്ററായിട്ട് വരുന്ന ആളാണ് ഷമീർ മുഹമ്മദ്. കിഡിലൻ എഡിറ്റിങ്ങാണ്. ഒരു അനാവശ്യമായിട്ടുള്ളൊരു സീനും ഉണ്ട് നമുക്ക് സിനിമ കാണുന്ന സമയത്ത് തോന്നില്ല. അത്രയ്ക്ക് വൃത്തിക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൃത്യമായി ചെയ്ത് വെച്ചിട്ടുണ്ട് മൂപ്പര് ചെയ്യേണ്ട പണി. പിന്നെ പറയേണ്ടത് ഒരു മ്യൂസിക്, രവി ബസ്രൂർ. ഈ രവി ബസ്രൂർ നമുക്കറിയാം KGF-ൻ്റെയും ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ്. മൂപ്പര് ചെയ്ത പണി ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ ഉണ്ണിമുകുന്ദൻ്റെ ഇമ്പാക്റ്റ്, ഉണ്ണിമുകുന്ദൻ്റെ ഫൈറ്റ് സീനും കാര്യങ്ങളും കാണിക്കുന്ന സമയത്ത് മറ്റുള്ള BGM-ഉം സ്കോറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെച്ചൊരു പരിപാടി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ് രവി ബസ്രൂർ ചെയ്തു വെച്ചത്. പിന്നെ ഹനീഫ് അദേനിയുടെ മേക്കിങ് കിടിലൻ. ആ മേക്കിങ്ങിന് എന്താണോ ഓരോ സീനും എലവേറ്റ് ചെയ്യാൻ എങ്ങനെയാണോ BGM വേണ്ടത് അത് പക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഇൻ്റർവെല്ല് വരെ ഒരു പതിയെ ചെറിയൊരു താളത്തിൽ അങ്ങനെ പോവാണ് സിനിമ. വലിയൊരു പേസോ കാര്യങ്ങളൊന്നുമില്ല. അതായത് നമ്മുടെ കഥയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇൻ്റർവെല്ലിൽ കൊണ്ടുപോയിട്ടൊരു ഇൻ്റർവെൽ ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിൽ ശരിക്കും നമ്മളും ആ സിനിമയിൽ അങ്ങ് ബ്ലോക്കായി പോകും. ആ സിനിമ നമ്മൾ ഒരു സിനിമയായിട്ട് ഒരു കണക്ഷൻ വരില്ലേ, ഈ ഇൻ്റർവെൽ ബ്ലോക്കോട് കൂടി നമ്മൾ സിനിമയായിട്ട് കൃത്യമായിട്ട് ലോക്കാവും.
പിന്നെ ഇൻ്റർവെല്ലിന് ശേഷമുള്ള സീൻ എന്ന് പറഞ്ഞാൽ സത്യം എന്തായിട്ട് പറയാലോ, ഞാൻ ആവാത്തവർ കാണണം എന്ന് അല്ല, ആയവരെ കാണാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ 15 വയസ്സിന് താഴെയുള്ള ആളുകൾ സിനിമ കാണാൻ പോകുന്ന സമയത്തും ഫാമിലിയായിട്ട് മൊത്തം എല്ലാ ഫാമിലിയൊക്കെ ആയിട്ട് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ആലോചിച്ചതിന് ശേഷം മാത്രം പോകാന്നുള്ളതൊരു റിക്വസ്റ്റാണ്. ഇതൊന്നും ഈ സിനിമനെ നെഗറ്റീവായിട്ട് പറയല്ല, ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നില്ല ഇത്തരം പ്രേക്ഷകരെന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. കാരണം കൊടൂര വയലൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങിയത് മുതൽ അവസാന ക്ലൈമാക്സിൽ വരെ വയലൻസ് ആയിട്ട് നിറഞ്ഞിട്ട് എന്താണോ അവർ പറയാൻ ഉദ്ദേശിച്ചത് ഈ സംഭവം അത് കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വയലൻസ് വേണോടാ എന്നാൽ പിടിച്ചോന്ന് പറഞ്ഞു. വയലൻസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ കൊല്ലുന്ന രീതിയൊക്കെ കണ്ടുണ്ടല്ലോ. ഞാൻ ടെറിഫയർ ആണ് ഈ അടുത്ത കാലത്ത് നല്ല ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഏറ്റവും മോസ്റ്റ് വയലൻസ് ആയിട്ടുള്ള മൂവി എന്ന് പറയുന്നത് ടെറിഫയർ, പിന്നെ അതേപോലെ റോങ് ടേൺ സീരീസ്, ഇതൊക്കെയാണ്. അതിനൊക്കെ വെല്ലുന്ന രീതിയിലുള്ള വയലൻസ്, ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നി ഇത് കണ്ട സമയത്ത്, ഇതിൻ്റെ വയലൻസ് ലെവൽ കണ്ട സമയത്ത്. പിന്നെ സ്റ്റോറി ബേസ് നോക്കുമ്പോൾ കില്ലിൻ്റെ അത്ര അങ്ങോട്ട് ആ ഒരു സ്റ്റോറിയിൽ കില്ലുണ്ടാക്കിയ ഒരു സ്റ്റോറി ആ ഒരു ബിൽഡപ്പ് ഒന്നും ഇതിനില്ല. ഇതിന് പ്രധാനമായിട്ട് ഇൻ്റർവെല്ലിൽ വരെ ചെറിയൊരു സ്റ്റോറിയും കാര്യങ്ങളും ടിപ്പിക്കൽ ഒരു ആക്ഷൻ സിനിമയ്ക്ക് വേണ്ട റിവെഞ്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഇൻ്റർവെല്ലിൽ വരെ അത് എന്താണ് ആ ഒരു സ്റ്റോറിയിലേക്ക് എത്തിച്ചതിന് ശേഷം ഇൻ്റർവെല്ലിന് ശേഷം മുഴുവൻ അടിപിടി തന്നെ, ഒരു രക്ഷയില്ലാത്ത വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ പറയേണ്ടത് ഉണ്ണിമുകുന്ദൻ. ഞാൻ വിചാരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ്റെ കരിയർ ബ്രേക്ക് സിനിമ ആവാൻ പോകുന്നത് ഇതായിരിക്കുന്ന. കാരണം മാളികപ്പുറമൊന്നും ഉണ്ണിമുകുന്ദൻ്റെ കരിയർ ബ്രേക്ക് എന്നൊന്നും പറയാൻ പറ്റൂല. മല്ലു സിംഗ് ആണ് പല ആളുകളും ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ സ്റ്റാറിനെ വിലയിരുത്തുന്ന സിനിമ, അതൊക്കെ. പക്ഷെ ഒരു ഏതൊരു നടനും ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് നൽകുന്ന ഒരു സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാവും. പണ്ട് സുരേഷ് ഗോപിക്ക് കമ്മീഷണർ വന്ന പോലെ, പിന്നെ ദിലീപിന് മീശമാധവൻ, CID മൂസ, ഇതൊക്കെ വന്നതുപോലെ ഒരു അങ്ങനത്തെ ഒരു ഇമേജ് നൽകുന്ന ഒരു സിനിമ ഉണ്ടാവും. അത് ഉറപ്പായിട്ടും ഉണ്ണിമുകുന്ദൻ ഈ സിനിമ ഇത് ബോക്സ് ഓഫീസിൽ പിടിച്ചു കുലുക്കുന്ന ഉറപ്പാണ്. അന്യ സംസ്ഥാനങ്ങളൊക്കെ ഇത് ക്ലിക്കായി കഴിഞ്ഞാൽ ഒരു മലയാളത്തിൽ അടുത്തൊരു 100 കോടിക്കുള്ള സാധനം ഇതിലുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ ഒരു ഫാമിലി ഓഡിയൻസിന് വലിയൊരു സപ്പോർട്ടൊന്നും ബാഹുബലിക്ക് കിട്ടിയതുപോലെ, അല്ലെങ്കിൽ അത്തരം സിനിമകൾക്ക് കിട്ടുന്നത് പോലുള്ളൊരു ഫാമിലി ഓഡിയൻസിന് സപ്പോർട്ട് ഇതിന് കിട്ടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫാമിലി ഓഡിയൻസിൻ്റെ ചോയ്സ് ആയിട്ട് ഈ സിനിമ എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഫാമിലി, മുതിർന്ന കുട്ടികളൊക്കെ ഉള്ള ഫാമിലിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചെറിയ കുട്ടികളുള്ള ഫാമിലി, പിന്നെ പൊതുവെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വയലൻസ് അവർക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ചില സീനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളും ഈ സിനിമ കാണരുത്. കാരണം നമ്മൾ ആൺപിള്ളേർ തന്നെ കണ്ട സമയത്ത് പലപ്പോഴും എനിക്ക് വയലൻസ് ഉള്ള സിനിമ കാണാൻ ഇഷ്ടം, പക്ഷെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ കണ്ണടിച്ചു പോകും. പൊതുവേ നമ്മൾ ചില വയലൻസ് സീനുകളൊക്കെ, ടെറിഫയറിലൊക്കെ ഞാൻ കണ്ട ചില വയലൻസ് സീനൊക്കെ കണ്ട സമയത്ത് ഞാൻ തല തിരിച്ചു കളിയിട്ടുണ്ട് സ്ക്രീനിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അതുപോലെ ഉള്ള ചില സീനുകളൊക്കെ ഈ സിനിമയിലുണ്ട്. അപ്പോൾ വയലൻസ് ഇഷ്ടമല്ലാത്ത, വയലൻസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഈ സിനിമ. അതുകൊണ്ട് ഫാമിലി ഓഡിയൻസും ചെറിയ കുട്ടികളും ഒന്ന് ചിന്തിച്ച് മാത്രം കയറതൊന്നും ഞാൻ പറയൂല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ കുട്ടികളെ വെച്ച് കയറാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഉണ്ണിമുകുന്ദനെ പറ്റി നമ്മൾ പറഞ്ഞു വന്നത്, ഉണ്ണിമുകുന്ദനെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ മൂപ്പര ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ അടുത്ത് കിങ് ഓഫ് കൊത്ത കണ്ട സമയത്ത് എനിക്ക് മറ്റുള്ള പല ആളുകളും പറഞ്ഞ പോലെ അത്ര വലിയൊരു അട്ടർ ഫ്ലോപ്പ് സിനിമ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അതിൽ ദുൽഖറിനെ പ്രസൻറ്റ് ചെയ്ത രീതി, ഒരു ആക്ഷൻ ഹീറോ ഇമേജിൽ പ്രസൻറ്റ് ചെയ്ത രീതി ഒന്നും കൊണ്ട് ശരിയായിട്ടില്ല എന്നാണ് എനിക്ക് അന്നും തോന്നിയത്. ഇന്നും ഞാനത് പറയും. ഒരു ആക്ഷൻ ഹീറോക്ക് വേണ്ട ഒരു സ്വാഗോ കാര്യങ്ങളോ ഇല്ലാത്ത നടനൊന്നല്ല ദുൽഖർ. പക്ഷെ അത് കൊണ്ടുവരാൻ ഡയറക്ടർ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമേൻ്റെ അകത്ത് ഉണ്ണിമുകുന്ദനെ പ്രസൻറ്റ് ചെയ്ത രീതി, ഉണ്ണിമുകുന്ദൻ്റെ സ്റ്റൈൽ, ഉണ്ണിമുകുന്ദൻ്റെ ലുക്ക്, ഉണ്ണിമുകുന്ദൻ്റെ സ്വാഗ്, ആക്ഷൻ സീക്വൻസ്, ഉറപ്പാണ് മലയാളത്തിൻ്റെ ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞ ടാഗ് ലൈന് സുരേഷ് ഗോപിക്ക് ശേഷം കിട്ടാൻ പോകുന്നത് അത് ഉണ്ണിമുകുന്ദനായിരുന്നുള്ള 100% ഉറപ്പിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഇതുപോലത്തെ അല്ലെങ്കിൽ ഇത്തരം ഉണ്ണിമുകുന്ദൻ ആക്ഷൻ സീക്വൻസുകൾ മാക്സിമം ആക്ഷൻ ഹീറോ ഇമേജ് ഉപയോഗപ്പെടുത്താൻ പറ്റിയ കുറച്ചൊരു 2-3 സിനിമയും കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു ടാഗ് ലൈന് 100% യോജിക്കുന്ന ഒരു നടനാണ് ഉണ്ണിമുകുന്ദൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. പിന്നെ പറഞ്ഞതുപോലെ ഒരു ലോജിക്കും കാര്യങ്ങളും കഥയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച ഒരാളും സിനിമക്ക് പോകണ്ട. വയലൻസ് കണ്ട് അങ്ങനെ തുടക്കം മുതൽ എന്ന് പറയുന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഒരു സിനിമൻ്റെ അകത്ത് മൊത്തം കില്ലിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു
ഓൾമോസ്റ്റ് വയലൻസ് കാണാൻ ഇഷ്ടമുള്ള ആളുകൾ, ഒരു പക്ക കിഡ്ലൻ മേക്കിങ്ങിൽ ചെയ്ത് വെച്ച് ഒരു ഓൾറൗണ്ട് ടെക്നിക്കൽ എബിലിറ്റി കൊണ്ട് ഒരു ഓൾറൗണ്ട് മികവിൽ ചെയ്ത് വെച്ച ഒരു സിനിമ കാണാൻ താല്പര്യമുള്ള ആളുകൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. നിങ്ങൾക്ക് നഷ്ടം വരാൻ പോകുന്നില്ല. വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ്, പക്ക എ സർട്ടിഫിക്കറ്റ് ഉള്ള മൂവിയാണ്. എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനാണ് ഏറ്റവും വയലൻസിനാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് ഞാനിത് ഒരു ഹൈലി സജസ്റ്റ് ചെയ്യൂല. യുവാക്കളൊക്കെ കയറി കണ്ടോ, വയലൻസ് ഇഷ്ടമുള്ള ആളുകൾ കണ്ടോ. ഈ കില്ലൊന്നും കണ്ടിട്ട്, ടെറിഫയർ ഒന്നും കണ്ടിട്ട് കണ്ണ് ചിമ്മി പോകാത്ത, ടെറിഫയർ കണ്ടിട്ട് നെഞ്ചത്ത് ഒരളക്കവും തട്ടാത്ത, അത്രയും നല്ല കരുത്തുള്ള നെഞ്ച് ഉള്ള ആളുകളൊക്കെ, മനക്കരുത്തുള്ള ആളുകളൊക്കെ ധൈര്യമായിട്ട് കണ്ടോ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഇതാണ് പിന്നെ മാർക്കോനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടാകും, പക്ഷേ ഞാൻ അതിൻ്റെ വലിയ ഡീറ്റെയിൽസിലൊക്കെ ഒന്നും കിടക്കുന്നില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, വലിയ രീതിയിൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ ചെറിയൊരു പക്ക ടിപ്പിക്കൽ റിവെഞ്ച് സ്റ്റോറി, പക്ഷെ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ മേക്ക് ചെയ്ത് വെച്ചെന്നുള്ളിടത്താണ് ഇതിൻ്റെ വിജയം. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ഒന്നും നോക്കണ്ട. അപ്പോൾ വീണ്ടും കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.